ആരെ കൂടെ ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിൽ ഈ കൊട്ടാര വളപ്പിൽ ഈ ടെറിട്ടറിയിൽ. Single stars like glowing gems. ആഹാ, വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഹായ് ഓൾ, നമ്മുടെ യു എയിലെ തന്നെ കുഞ്ഞൻ എമിറേറ്റ്സ് ആയ അജ്മാനിലെ അൽസോറ മറീന 1-ലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ചുറ്റു നിറച്ച് കണ്ടൽക്കാടുകളും ഒരുപാട് ദേശാടന കിളികളുമുള്ള ഒരു അടിപൊളി എക്കോ ഫ്രണ്ട്ലി പ്ലേസ്. ഒരുപാട് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്. ലാൻഡ്സ്കേപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ചുറ്റും പച്ചപ്പാണ്, നല്ല വെൽ മെയിൻഡ് ആയിട്ടാണ് ഇവിടുത്തെ പാർക്ക്. അജ്മാൻ നിയറസ്റ്റ് ആയിട്ടാണ് താമസിക്കുന്നതെങ്കിൽ ഫാമിലിനൊക്കെ ആയിട്ട് ഒരു വാക്കിങ്ങിന് പോകാൻ പറ്റിയ നല്ല ഒരു കിഡിലൻ സ്പോട്ടാണ് ഈ ഒരു പാർക്ക്. നമ്മളിന്ന് ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനും ഇവാനും നല്ല കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന അതേ ഫീലിൽ തന്നെയാണ് നടക്കുന്നത്. ചുറ്റിലും നമുക്ക് നിറയെ ഈത്തപ്പഴ മരങ്ങളാണ് ഉള്ളത്. അതിൽ നിറയെ കായ്ച്ചിട്ടുമുണ്ട്. നമുക്കിതിൽ നിന്ന് വേണമെങ്കിൽ കഴിക്കാം, പൊട്ടിക്കാം ഒക്കെ ചെയ്യാം. നമ്മളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പാർക്ക് കാണാനെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷെ നമുക്കൊരു കുഞ്ഞൻ സർപ്രൈസ് ഉണ്ടായിരുന്നു. ചൂടായതുകൊണ്ട് നടന്ന് ക്ഷീണിച്ചപ്പോ ഞാൻ നിന്നു. ഇവാനിന് പിന്നെ ക്ഷീണമൊന്നുമില്ല, അവള് നല്ല ഓട്ടത്തിലാണ്. അവൾക്ക് ഈ പാർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് കേട്ടോ ആ സർപ്രൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ദുബായിലെ ക്രീക്ക് അബ്ര റൈഡ് ഭയങ്കര ഇഷ്ടമല്ലേ? അതുപോലെ ഇവിടെയുമുണ്ട് ഒരു അബ്ര സർവീസ്. ദുബായിൽ 1 ദിർഹമാണ് പെർ ഹെഡിന്, പക്ഷെ ഇവിടെ 5 ദിർഹമാണ് പെർ ഹെഡിന്. പക്ഷെ നമ്മൾ പറയാറില്ലേ കൊടുത്ത കാശ് മുതലാവുമെന്ന്, അത് ഇവിടെ സത്യമാണ് കേട്ടോ. ബോട്ട് ഫുൾ ഫാമിലീസ് ആണ്. ഇതാണ് ഇവിടുത്തെ സൈഡ് വ്യൂസ്. നമ്മൾ അങ്ങനെ അബ്രയിൽ കയറി. ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. ആർക്കും തിക്കും തിരക്കും ഇല്ലാതെ നല്ലൊരു അബ്ര ഫീൽ തന്നെ. അബ്രയില് 15 മിനിറ്റിന് 5 ദിർഹംസും 30 മിനിറ്റിന് 10 ദിർഹംസും ആണ് കേട്ടോ ഇവര് ചാർജ്. നമ്മളെല്ലാവരും 15 മിനിറ്റിന്റെയാണ് പോകുന്നത്. തെളിഞ്ഞ വെള്ളവും നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസുമാണ് ഇവിടെ. മാത്രമല്ല സിറ്റിയുടെ ബഹളങ്ങളൊന്നുമില്ലാതെ പ്രകൃതിയുടെ ബ്യൂട്ടി മാത്രം ആസ്വദിച്ച് നാടൊക്കെ വിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ക്വൈറ്റ് പ്ലേസിൽ കൂടി കൊണ്ടുപോകണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സിറ്റി ലൈഫിന്റെ ഒരു ബഹളവും ഇല്ലാതെ വെറുതെ നമുക്കൊപ്പമുള്ളവരുടെ ഒപ്പം വർത്താനം പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലേ, അത് വേറെ എവിടെ പോയാലും. നമ്മുടെ നാടിന്റെ പച്ചപ്പിനൊക്കെ മിസ് ചെയ്യുന്ന ഒരുപാട് പ്രവാസികൾ നമുക്കിടയിലുണ്ട്. ഈ ഒരു പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ ആ പച്ചപ്പിന്റെ മിസ്സിംഗ് ഒക്കെ മാറി. നമ്മളെ പോലെ തന്നെ വായി തോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അബ്ര ഡ്രൈവറും. കാരണം എല്ലാ ഫാമിലീസിനോടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. എല്ലാ ലാംഗ്വേജിലും സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ അബ്രയിൽ കയറിയപ്പോൾ മുതൽ എന്റെ ഡൗട്ടാണ് ഇവിടെ ചൂണ്ടാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ഇവിടെ അലൗഡ് അല്ല. തൊട്ടപ്പുറത്തൊരു ബീച്ച് ഉണ്ട്, അവിടെ നമുക്ക് ഫിഷിംഗ് അലൗഡ് ആണെന്നാണ് കേട്ടോ. അങ്ങനെ സ്റ്റിയറിംഗ് തിരിപ്പിച്ച് എയ്സനെ ആള് പാട്ടിലാക്കി. അങ്ങനെ ഇവാനിനെ വെക്കുമ്പോ ഇവാന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, പേടിച്ചിട്ട്. അങ്ങനെ എയ്സ കുറച്ചു നേരം ഓടിച്ചു. ഈ ഒരു അബ്ര നൈറ്റിലുള്ളതിനെ കൊണ്ട് ഈ ഒരു പാർക്കില് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു അറബിക് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അബ്ര എടുത്ത് വന്നതിന്റെ മെയിൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കണ്ടൽക്കാടുകൾ കാണാനായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ കണ്ടൽക്കാട് കണ്ടു തുടങ്ങി. ഈ കാണുന്നതൊക്കെ അജ്മാൻ പോർട്ടാണ്. പിന്നെയുള്ള ഒരു ഡൗട്ടായിരുന്നു കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്കൂടെ ഈ അബ്ര പോകുമോ എന്ന്. പക്ഷെ ഇത്രയും വലിയ അബ്ര പോവില്ല, ചെറിയ ചെറിയ കയാക്കുകളാണ് അതിന്റെ ഉള്ളിലേക്ക് പോവുക എന്നാണ് പറഞ്ഞത്. മുന്നിലേക്ക് വെച്ച കാല് പതിയെ പിന്നിലേക്ക് വെച്ചു തുടങ്ങി. അബ്രത പതുക്കെ വളച്ചു തുടങ്ങി. അജ്മാൻ സിറ്റിയുടെ അമേസിംഗ് ആയിട്ടുള്ള വ്യൂസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ നമ്മളൊരു കിഡിലൻ സൺസെറ്റ് കൂടി കണ്ടായിരുന്നു. ഇത്രയും ഫാമിലിയാണ് നമ്മളെ കൂടെ അബ്രയിലുള്ളത്. ഇവര് പരസ്പരം സെൽഫി ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ അതേ വൈബ് തന്നെ ആയിരുന്നു. ഒരു സ്പീഡ് ജെറ്റ് ബോട്ട് വരുന്നുണ്ട്. ഈ ചെറിയ ബോട്ടുകളൊക്കെ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് കയറും. ഇതൊരു സ്പെഷ്യൽ ഹോട്ടലിന്റെ ആണെന്ന് തോന്നുന്നു, ഇവരുടേതല്ലാതാണ് ഇവര് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കയറിയ സ്ഥലത്തേക്ക് എത്താനായി തുടങ്ങി. ഏകദേശം ആ ഭാഗത്താണ് നമ്മൾ എത്തേണ്ടത്. അങ്ങനെ ഷിയാബാക്ക് ഇവരൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഓരോന്നും സംസാരിച്ചിട്ട്. വിന്റർ സീസണിൽ വരാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടാണ് ഇത്. നിങ്ങൾ എല്ലാവരും ഇത് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ വിന്റർ സീസൺ ആകുമ്പോൾ എന്തായാലും ഫാമിലിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് കറക്റ്റായി വിസിറ്റ് ചെയ്യണം. നമ്മൾ വന്നിട്ടുള്ളത് സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേ 3 o'clock ഇത് ഓപ്പൺ ആയിട്ടുള്ളത്, ഈ ഒരു അബ്ര സർവീസ്. അപ്പോഴേക്കും നെക്സ്റ്റ് അബ്രയിൽ കയറാനുള്ള ആളുകൾ ഇതാ വന്നു തുടങ്ങി. ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിലാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അബ്ര മെല്ലെ അടുപ്പിച്ചു തുടങ്ങി. നമ്മൾ അബ്രയിൽ നിന്ന് ഇറങ്ങാണ്. നിങ്ങൾക്ക് എന്റെ ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.